അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് രാവിലെ ഷമ്മാസ് ഷോപ്പിലേക്ക് പുറപ്പെടുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്തെന്നറിയില്ല, മനസ്സിന് വല്ലാത്തൊരു വിങ്ങൽ. തലേന്ന് ഇക്ക പറഞ്ഞ ആ ഒരു വാക്കുകളും പിന്നെ ഞാൻ കണ്ട സ്വപ്നവും ഇത്താത്തയുടെ ഫാമിലിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള ആ ഒരു സങ്കടവും എല്ലാം കൂടെ ആകപ്പാടെ ഒരു മൂകത. ഷമ്മാസ് വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഉമ്മ അങ്ങോട്ട് വന്നു. ഷാമോനെ, മോനെ, എന്താടാ, എന്തെൻ്റെ കുട്ടി ആലോചിച്ചിരിക്കണത്? ഹേയ് ഉമ്മ, ഒന്നുമില്ല. അല്ല മോനെ, ടൈമായല്ലോ ഷോപ്പിലേക്ക് പോവാനുള്ളേ, അതെന്താ നീ ഇറങ്ങാത്തത്? ഉമ്മ, ഇറങ്ങാണ്. അല്ല മോനെ, ഞാൻ ചായ എടുത്ത് വെച്ചിട്ട് മോനെന്താ ഭാഗത്തേക്കൊന്നും? ഉമ്മ, വരാം, കുടിക്കാം. എന്താടാ, നീ വിഷമിക്കല്ലേ. പിന്നെ എന്തെങ്കിലുമൊക്കെ മനസ്സിന് വേദനിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി കളയാം. പിന്നെ ഈ ഉമ്മയില്ലേ മോൻ്റെ കൂടെ? ഷമ്മാസ് ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരിക്കുകയാണ്. മോനെ, ഹേയ്, നിൻ്റെ മനസ്സിലുള്ള വിഷമം എന്താണെന്ന് എനിക്കറിയാം. നിന്നോട് ഇന്നലെ ഫൈസൽ പറഞ്ഞതല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. പക്ഷേ അതെങ്ങനെ? ഓൻക്ക് അതിനൊരിക്കലും അധികാരമില്ലല്ലോ പറയാൻ വേണ്ടിയിട്ട്. അവനെടുത്ത വീടാണെങ്കിലും അതുപോലെ തന്നെ അവൻ്റെ പേരിലാണെങ്കിലും ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവൻ പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. ഇതൊരിക്കലും അവൻ്റെ പേരിലല്ല, ഇത് നിൻ്റെ വാപ്പ ഉണ്ടാക്കിയ വീടാണ്. എല്ലാ മക്കൾക്കും ഒരുപോലെയാണ് അവകാശം. എല്ലാ മക്കൾക്കും, എൻ്റെ 3 ആമക്കൾക്കും സാജിമോൾക്കും ഒക്കെ എൻ്റെ 4 മക്കൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഈ വീട്. അതിൽ ഒരാൾ മാത്രം അധികാരം പിടിക്കാൻ പാടില്ലല്ലോ. അതുമല്ല, അങ്ങനെ അധികാരം പിടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അവർ സ്വന്തമായി വീടെടുക്കട്ടെ. വീടെടുത്ത് അത് അവരുടെ പേരിലാക്കുമ്പോഴാണ് അവരുടെ വീടാകുക. ഇതിപ്പോൾ ഉപ്പയില്ലാത്തതിന് പകരം ഞാനാണ് ഇവിടുത്തെ വലിയ ആൾ, ഞാൻ പറയുന്നത് പോലെ എല്ലാവരും അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോണ കാര്യമില്ല. ഒരിക്കലും അവനല്ലല്ലോ വലിയ ആൾ, നിൻ്റെ വല്ലിക്കാക്കയല്ലേ. വല്ലിക്കാക്ക വല്ലപ്പോഴും സൗദിയിൽ നിന്ന് വരും പോവും, അങ്ങനെ ആയതുകൊണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ വീട് ഭരിക്കേണ്ട ആൾ വല്ലിക്കാക്കയാണ്. പക്ഷേ ഇവിടെ ഇന്ന് ഞാനുണ്ടല്ലോ. ഉപ്പ കഴിഞ്ഞാൽ പിന്നെ ഉമ്മ ഉണ്ടാകുമ്പോൾ ഉമ്മ പറയുന്ന പോലെയൊക്കെയാണ് ആ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. പക്ഷേ എനിക്കൊരിക്കലും അങ്ങനത്തെ അധികാരത്തിന് ഒരു ആവശ്യമില്ല, ഒന്നുമില്ല. എന്താ, എല്ലാം എൻ്റെ മക്കളല്ലേ, എൻ്റെ മക്കൾ ഒരുപോലെ നല്ല രീതിയിൽ കാണണം എന്നൊക്കെ തന്നെയാണ് ഉമ്മാൻ്റെ ആഗ്രഹം. പക്ഷേ ചില മക്കൾ ഉമ്മാനോട് തട്ടുത്തരം പറയുമ്പോഴും ചീത്ത പറയുമ്പോഴും വേദനിപ്പിക്കുമ്പോഴൊക്കെ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു നീറ്റിലാണ്. ഒരിക്കലും നിങ്ങളുടെ ഉപ്പ എന്നെ വേദനിപ്പിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഷാമോനെ, നിനക്കറിയാലോ, നീ ചെറുതാവുമ്പോഴൊക്കെ ഉപ്പയുടെ സ്വഭാവത്തിനെ കുറിച്ച് മോനക്കറിയോ? ഈ ഉമ്മയെ മോനെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപ്പ വേദനിപ്പിച്ചിട്ടില്ല. നല്ല രീതിയിൽ ആയിരുന്നു എന്നെ നോക്കിയിരുന്നത്. ഒന്നിലും ഒരു കുറവും വരുത്താതെ അങ്ങനെ എൻ്റെ ഇഷ്ടത്തിനൊക്കെ. അങ്ങനെ എന്താ ചെയ്യുക, പെട്ടെന്ന് പോയി. അതുകൊണ്ട് തന്നെ മക്കളുടെതൊക്കെ കേൾക്കേണ്ട അവസ്ഥയും വന്നു. ഉമ്മ, നിങ്ങൾ സങ്കടപ്പെടരുത്. ഒരിക്കലും ഫൈസൽക്ക് മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞതായിരിക്കില്ല. അത് അപ്പോഴത്തെ ദേഷ്യത്തിന് ഇപ്പോൾ ഒന്നും മനസ്സിലുണ്ടാവുകയുമില്ല. മോനെ, അതൊക്കെ ശരിയാണ്. ഓന് മനസ്സിനങ്ങനെ ദേഷ്യം വെച്ച് നടക്കൊന്നുമില്ല. ഉള്ളത് പറയാനുള്ള പുറത്തേക്ക് പറയും. പക്ഷെ എന്നാലും ആ പറയുമ്പോഴത്തൊരു വേദന. കണ്ടത് പറഞ്ഞാൽ കഞ്ഞില്ല എന്നൊക്കെ പണ്ടൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ചിലവർ കണ്ടത് പറയുമ്പോൾ മറ്റുള്ളൊരു ഹൃദയം എത്രമാത്രം വേദനിക്കുന്നുണ്ട് അതും കൂടി നമ്മൾ ആലോചിക്കണം. അല്ലാതെ നേരും സ്ഥലമൊന്നും നോക്കാതെ നമ്മളങ്ങനെ കണ്ടത് ഒരാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൻ്റെ വേദന അത് നമ്മൾക്കറിയില്ല. പിന്നെ ഓലത് പൊരുത്തപ്പെട്ടെങ്കിൽ മാത്രമേ അത് ശരിയാവുള്ളൂ. അല്ലാതെ ആ ഒരു വേദന കേട്ടോലെ മനസ്സിലുണ്ടാവും. പറയുന്നവർക്ക് അങ്ങനെ പറഞ്ഞു പോവാം. പക്ഷെ അങ്ങനെ കുത്തി ഓരോ വാക്കുകൾ പറയുന്ന അത് കേട്ടവരുണ്ടാവില്ലേ, അവർക്കത് സഹിക്കാൻ കഴിയില്ല മോനെ. ഉമ്മ, സാരല്ല, ഉമ്മ ക്ഷമിച്ചു കൊടുക്കേ. മോനെ, ഞാൻ എപ്പോഴേ ക്ഷമിച്ചു, എനിക്കില്ലല്ലോ. സത്യം പറഞ്ഞാൽ വേദനിച്ചിരുന്നു എൻ്റെ ഹൃദയം ഒരുപാട്. ഞാൻ പോയിട്ട് മോനെ എൻ്റെ നേർക്കാണ് വർത്താനം പറയണത്, അതും പലതും വിളിച്ചു പറയാണ്. അത് മോനെ പെറ്റത്തള്ള സഹിക്കുമോ അവർക്ക്? ഒരിക്കലും ഉമ്മയുടെ പേരൊന്നും എടുത്തു വരേണ്ട ആവശ്യമില്ലല്ലോ. എന്തപ്പോൾ ചെയ്യുക, പഠിച്ചവൻ്റെ വിധിയായിരിക്കും ഓരോന്ന്. വാ മോന് വന്ന് ചായ കുടിക്ക്. രാവിലെ തന്നെ അന്നെ ഞാൻ വിഷമിപ്പിക്കണില്ല. ഉമ്മ അടുക്കളയിൽ എല്ലാവർക്കും ഉള്ളത് ഭക്ഷണം ഉണ്ടാക്കി വെക്കാറുണ്ട്. ഫൈസലിനുള്ളതും ഷമ്മാസിനുള്ളതും ഷാനിക്കുള്ളതും.
അങ്ങനെ എല്ലാ മക്കളെയും മരുമക്കളെയൊക്കെ ഒരുപോലെ തന്നെയാണ് ഉമ്മ നോക്കുന്നത്. പക്ഷേ ആർക്കും ഉമ്മയോട് സ്നേഹമില്ല. അത്രമാത്രം പാവം വളരെ നേരത്തെ അടുക്കളയിലേക്ക് ഇറങ്ങി കഷ്ടപ്പെട്ട് ഒരുപാട് മക്കൾക്കുള്ളതെല്ലാം ഉണ്ടാക്കി വെക്കും. പക്ഷേ ഈ മക്കൾക്ക് ഒരു തരി സ്നേഹം ഉണ്ടെങ്കിൽ ഉമ്മാക്കൊരു സന്തോഷമായിരുന്നു. പക്ഷേ ചിലപ്പോൾ വേദന തോന്നും ഓരോ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ. ഉമ്മ, നിങ്ങൾ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് എല്ലാവർക്കും ഉള്ളത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്? അല്ല, ഒരിക്കലും ഞാൻ ഒരു ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്. ഭക്ഷണമാണ്, കുറ്റം പറയാൻ പാടില്ല. അതല്ലേ, ഉമ്മ കഷ്ടപ്പെട്ട് എല്ലാവർക്കും ഉള്ളത് എന്തിനാണ് ഉണ്ടാക്കി വെക്കുന്നത്? ഇനി അവനവന് വേണ്ടത് അവനവനാണ് എടുത്ത് ഉണ്ടാക്കുകയല്ലേ നല്ലത്. ഉമ്മ, എനിക്കുള്ളത് ഞാൻ ഉണ്ടാക്കിക്കോളാം, ഉമ്മാക്കുള്ളത് ഉണ്ടാക്കിക്കോളും. പിന്നെ ഇക്കാക്കയും ഷാനിത്തിയല്ലേ, അവർ വേണമെങ്കിൽ അവർക്കുള്ളത് ഉണ്ടാക്കട്ടെ. ഇത് ഉമ്മ എല്ലാം കൂടെ എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കി വെച്ച് എന്തിനാ അത്ര കഷ്ടപ്പെടാം? അത് നിന്നുണ്ടാക്കേണ്ടതല്ലേ. എന്തിനിപ്പോൾ ദോശയായാലും അപ്പമായാലും അതൊക്കെ ചുട്ടുണ്ടാക്കണ്ടേ? മോനെ, അതങ്ങനെ ശീലമായി പോയടാ. പിന്നെ എൻ്റെ മുസൈബ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അടുക്കളയിലേക്ക് വരാനേ സമ്മതിക്കൂല. എന്നോട് പറയും, ഉമ്മ ഓതിക്കോളി, ഇമ്മ ഓതിയിട്ട് അവിടെ ഇരുന്നോളി, ചായയും കടിയും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. ഞാൻ അടുക്കളയിലേക്ക് വരുമ്പോൾ അതാ എൻ്റെ കുട്ടി ചോറിനുള്ള വെള്ളം വരെ വെച്ചിട്ടുണ്ടാവും, ചായക്കടിക്കുള്ള കറി ഉണ്ടാക്കിയിട്ടുണ്ടാവും, മീൻ മുറിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഓള് രാവിലെ തന്നെ ചെയ്യുന്ന പണികളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ മുറ്റടിക്കാനും പോവും. അന്നൊന്നും ഇന്നോള് തൊടാനയക്കൂലേനും. ഇപ്പോൾ പിന്നെ എന്നോട് അത് പറയാൻ ആരുമില്ലല്ലോ എനിക്ക്. അവർക്ക് 8-8:30 മണിയാകുമ്പോൾ എണീറ്റ് വരും. ഉള്ളത് എന്താ വെച്ചാൽ ഭക്ഷണം കഴിച്ചവർ പോകും. ഒരു പാത്രം പോലും. എന്നാലും ജമീലത്താത്ത വരുന്നോണ്ട് പാത്രം കഴുകലും തുടക്കലൊക്കെ കഴിയുന്നുണ്ട്. അല്ലേ ഉമ്മ എന്തേക്കാരം ഉമ്മാൻ്റെ സ്ഥിതി? ഷമ്മാസ് ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. മോനെ, കഴിക്ക്, ഇട്ട് തിന്ന്, നീ തീരെ തിന്നില്ലല്ലോ. ഉമ്മ അതൊക്കെ ഉണ്ടാക്കി വെച്ചതല്ലേ. ഉമ്മ മതി ഉമ്മ എത്ര അധികം ഒന്നും ഉണ്ടാക്കി വെക്കണ്ടിട്ട്. എന്തിനാണ് എല്ലാവരും രാവിലെ എത്ര വയറ് നിറച്ച് തീറ്റി പോറ്റണമെന്ന് ഉമ്മക്ക് എന്താ നിർബന്ധം? ഉമ്മ, ചെറിയ കുട്ടികളാണെങ്കിൽ ഞങ്ങൾ മദ്രസയിൽ സ്കൂളിലും പോകുന്ന സമയത്ത് ഞങ്ങളെ നല്ലോണം നോക്കിയിരിക്കണേ. പക്ഷേ ഇപ്പോൾ വലിയ വലിയ ആളുകളായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഉമ്മ അങ്ങനെ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളോട് ചെയ്യണ ഒരു ക്രൂരതയല്ല ഉമ്മ. സത്യം പറഞ്ഞാൽ പടച്ചോൻ പൊറുക്കൂല ഇതൊന്നും. ഉമ്മ, എന്നാൽ ഞാൻ ഇറങ്ങിയാലോ? പോയിക്കോ മോനെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഷമ്മാസദാ ഷോപ്പിലേക്ക് പോകുവാൻ വേണ്ടി കാറ് സ്റ്റാർട്ട് ചെയ്തു. ഓരോ ചിന്തകളാണ് മനസ്സ് നിറയെ. വല്ലാത്തൊരു സങ്കടവും. എന്താണെന്നറിയില്ല. പടച്ചോനെ, ഇതിനൊക്കെ നീ ഒരു ദിവസം സന്തോഷം നൽകണേ റഹ്മാൻ, ഇതിന് പകരമായിക്കൊണ്ട്. ഷമ്മാസ് വിചാരിച്ചു, പാവം എൻ്റെ ഇക്കാക്കയുടെ വൈഫ് എൻ്റെ നുസൈബത്ത, അത് ഉമ്മാക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു പെണ്ണായിരുന്നു. അത് നഷ്ടപ്പെട്ട വേദന ഉമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഉമ്മ പറയുന്നത് കേട്ടില്ലേ, എല്ലാ കാര്യങ്ങളും അവളെനിക്ക് ഒരുക്കി തരുമായിരുന്നു എന്നൊക്കെ. എന്താ ചെയ്യുക, സാരല്ല, അത് നഷ്ടപ്പെട്ടു. അല്ലെങ്കിലും നല്ലത് കുറേ കാലം നിൽക്കൂല എന്നുള്ളത്. നല്ലത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും നമ്മളുടെ കയ്യിൽ നിന്ന്. അത് കുറച്ച് സമയം അള്ളാഹു നമുക്ക് ആ ഒരു ഭാഗ്യം നൽകുള്ളൂ. അങ്ങനെ കൂട്ടിയാൽ മതി. പിന്നെ ഇപ്പോൾ ദുനിയാവല്ല ഇത്. ദുനിയാവിൽ ഒരുപാട് സുഖമായി ജീവിക്കൽ അത് നല്ല ആളുകൾക്കുള്ളതല്ലല്ലോ. കഷ്ടപ്പാടിലൂടെ ജീവിക്കണം. അങ്ങനത്തെവർക്കാണല്ലോ പഠിച്ചവൻ സ്വർഗം കൊടുക്കുക. സാരല്ല, എൻ്റെ ഉമ്മാൻ്റെ വിധി. അല്ല എന്താ പഠിച്ചോനെ, ഇനി ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ സ്ഥിതി അവസ്ഥ എന്താണ് ആർക്കും അറിയില്ല. ഒന്നും അറിയില്ലല്ലോ. ചക്കയല്ലല്ലോ ഇത് ചൂഴ്ന്ന് നോക്കാനായിട്ട്. ഒന്നുമില്ലെങ്കിൽ ആ ഷാനിത്താക്കൊന്ന് ജസ്റ്റ് ഉമ്മാനൊന്ന് സഹായിച്ചാൽ മതി. എന്നെങ്കിൽ തന്നെ ആ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് ചെയ്യണം കാണുമ്പോൾ പാവം തോന്നും. വരുമ്പോഴേക്കും ചായയും കടിയും കറിയൊക്കെ ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഫൈസൽക്കയും ഷാനിത്തയും വന്ന് കഴിച്ചു പോവും. ആ ഒരു പ്ലേറ്റ് പോലും. ഒരു ദിവസം ഞാൻ പറഞ്ഞതാണ്, ഇപ്പോൾ ഏതായാലും ജമീലത്ത് ഉണ്ടായതുകൊണ്ട് അതാണ് കഴിഞ്ഞു പോവും. സത്യം പറഞ്ഞാൽ എന്താ റബ്ബേ, ഇങ്ങനെയൊക്കെ ഒരു മരുമകൾ വീട്ടിലുണ്ടായാലും എന്ത് സുഖമാണ്. ഉണ്ടായിട്ടിപ്പോൾ എന്താ, അതൊന്നും ഒരു പണിക്ക് വരൂലല്ലോ എൻ്റെ ഉമ്മാനൊന്ന് സഹായിക്കാൻ. അപ്പോഴും ഫൈസൽ ദുആ ചെയ്തു, പഠിച്ചോനെ, ഷാനിത്താക്കും ഫൈസൽക്കാക്കും നല്ല ബുദ്ധി നീ കൊടുക്ക് റഹ്മാനെ. ഫൈസൽ കാറോടിച്ചുകൊണ്ട് പോകുകയാണ്. പഠിച്ചോനെ, ഇന്നലെ കണ്ട സ്വപ്നം, അതെന്ത് സ്വപ്നമാണ്? ഇപ്പോൾ അഴുക്കിനാവാണോ? പുലർച്ചെയുള്ള സ്വപ്നം. അത്
റെഡിയാകും, ശരിയാകും എന്നൊക്കെ തന്നെയാണ്. എന്നാലും ആ ഹിജാബിയോട് ഞാനത് പറഞ്ഞപ്പോൾ ഹിജാബി പറഞ്ഞ ആ വാക്ക്, ഹേയ്, എൻ്റെ മനസ്സിൽ എനിക്ക് വേറൊരാളുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കരുത്, ഒരിക്കലും എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. പഠിച്ചോനെ, എന്താണത്? അത് വെറും ഒരു കിനാവായിരിക്കുമോ? സത്യം പറഞ്ഞാൽ ഷമ്മാസിന് അതിനുശേഷവും ടെൻഷൻ തന്നെയാണ്. എന്തായാലും പഠിച്ചോനെ, തവക്കൽത്തു അലല്ല, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നിന്നെ ഭരമേൽപ്പിക്കുന്നു. ഞാനിങ്ങനെ ടെൻഷൻ കൂടിയിട്ട് ഒരു കാര്യമില്ലല്ലോ. എനിക്ക് എൻ്റെ ഉമ്മയെ വേണം, എൻ്റെ കുടുംബത്തെ വേണം. അങ്ങനെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരിക്കലും അവരിൽ നിന്ന് വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശരിയാണ്, പുതിയ വീട് വെക്കണം എന്നൊക്കെയുണ്ട്. പക്ഷേ അത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ സങ്കടം തോന്നാണ്. കഴിയൂല. എൻ്റെ ഉപ്പ ഉണ്ടാക്കിയ വീടാണത്. എൻ്റെ ഉപ്പ ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് പോരുക എന്നൊക്കെ പറയുമ്പോൾ മനസ്സിന് നല്ല വേദന ഉണ്ട്. ഉമ്മക്കും ഇഷ്ടം ആ തറവാട് തന്നെയാണ്, ഉപ്പ ഉണ്ടാക്കിയ വീട്. അധികം പഴക്കവും കാര്യങ്ങളൊന്നുമില്ലല്ലോ, പുതിയ വീട് തന്നെയാണല്ലോ. പക്ഷേ എൻ്റെ ഉപ്പാക്ക് അതിൽ താമസിക്കാനുള്ള വിധി ഉണ്ടായില്ല എന്ന് മാത്രം. വലിയ തറവാടായിരുന്നു ആദ്യത്തേത്, ഓടിട്ട വീട്, 4 ഭാഗവും കോലായിയും വിശാലമായ പൂമുഖവും ഒരുപാട് റൂമുകളുമൊക്കെ ഉള്ള ഒരു വലിയ ഓടിട്ട വീടായിരുന്നു എൻ്റെ വീട്. മുകളിലൊക്കെ റൂമായിരുന്നു. അതിൻ്റെ അവിടെ പാക്കിട്ട് ആ ഒരു മരങ്ങൾ അതെല്ലാം പൊളിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിയിരുന്നു. കാരണം എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ 4 കൂടപ്പിറപ്പുകളും ഞങ്ങളൊരുമിച്ച് വളർന്ന ജീവിതം അതവിടെയായിരുന്നു. നല്ല രസമായിരുന്നു അന്ന് ഉപ്പ ഉള്ളന്ന്. പക്ഷേ പിന്നെ പുതിയ വീടുണ്ടാക്കി ഉപ്പാക്ക് അതിലൊന്നും താമസിക്കാനുള്ള യോഗമൊന്നും ഉണ്ടായില്ല. അതൊക്കെ പെട്ടെന്ന് അങ്ങനെയായി. മക്കളെല്ലാം വലുതായി, എല്ലാവരും ഓരോരോ വഴിക്കായി. ഇപ്പോഴിതാ ഇങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങൾ. ഷമ്മാസ് ഷോപ്പിൻ്റെ അടുത്ത് എത്താനായി. ഷമ്മാസ് അതാ ഷോപ്പിലേക്ക് കയറുന്നു. സ്റ്റാഫുകളെല്ലാം എത്തിയിട്ടുണ്ട്. മുതലാളി എത്തി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയായി, സെറ്റല്ലേ? ഫോണ് കുറച്ച് ന്യൂ വന്നിരുന്നല്ലോ, അയച്ചിരുന്നു. അത് ഇന്ന് ഉച്ചയ്ക്ക് എത്തുന്നാണ് പറഞ്ഞത്. അതൊക്കെ നല്ല സെറ്റാക്കി കേട്ടോ. ഓക്കെ. പിന്നെ കുറച്ച് ഐഫോൺ ഓർഡർ ചെയ്തിരുന്നു, അതും ഓക്കെ റെഡിയാക്കണേ. അല്ല ബോസേ, എന്താ ഇന്നൊരു ടെൻഷനിലായി പോരണ്ടല്ലോ? ആ പഴയ സന്തോഷം മുഖത്ത് കാണുന്നില്ലല്ലോ, എന്തു പറ്റി? മക്കളെ, അത് ചില സമയത്ത് നമ്മുടെ മനസ്സ് അങ്ങനെയായിരിക്കും. അപ്പം നമ്മുടെ മുഖത്തത് കാണും. മനസ്സ് ക്ലിയർ ആയാൽ മുഖം ക്ലിയർ ആവും. മനസ്സ് വേദനിച്ച് കഴിഞ്ഞാൽ മുഖം വാടും. അതുപോലെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുമ്പോഴും അങ്ങനെ തന്നെ. മനസ്സിൻ കണ്ണാടി മുഖമെന്ന പഴമൊഴി എന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഷമ്മാസ് ആ ഒരു ഷോപ്പിൽ നിന്ന് വരാന്തയിലേക്ക് ഇറങ്ങുകയാണ്. അതെ, ഹിജാബിയുടെ ബസ് വരാൻ സമയമായി. ഇന്നവളെ ശരിക്കൊന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും അവളോട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ എന്താ, ഉമ്മാക്കൊരു മരുമകൾ, അത് നിർബന്ധമാണ്. ഇനിയിപ്പോൾ എങ്ങനെയുള്ള പെണ്ണാണെങ്കിലും ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഉമ്മയുടെ ഇഷ്ടത്തിനൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ കൂടുതൽ ഞാൻ വേലയെടുപ്പിക്കും, ജോലിയെടുപ്പിക്കും, അങ്ങനെയൊന്നുമല്ല കേട്ടോ. അള്ളാഹുവേ, നമ്മുടെ വീടിനനുസരിച്ച് നമ്മൾക്കനുസരിച്ച് നല്ല രീതിയിൽ സ്വഭാവമുള്ളൊരു പെൺകുട്ടിയായാൽ പഠിച്ചവനെ വളരെ നന്നായിരുന്നു. എന്നാൽ ഉമ്മയുടെ പ്രാർത്ഥന കിട്ടും. മറ്റേത് എന്നും ഉമ്മയുടെ ശാപമായിരിക്കും കിട്ടുക. അതാ ആ ബസ് വരുന്നു. അവരുടെ ആ കോളേജിൻ്റെ മുമ്പിലായിട്ട് ബസ് അവിടെ നിർത്തുന്നു. അതിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇറങ്ങുന്നു, ബസ് എടുക്കുന്നു. ഷമ്മാസിൻ്റെ നോട്ടം അങ്ങോട്ട് മാത്രമായി. അത് ഒരുപാട് തട്ടമിടാത്ത ഫാഷൻ്റെ ജീൻസും ടോപ്പും ഒക്കെ ധരിച്ചുകൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ ചിരിച്ച് സംസാരിച്ചുകൊണ്ട് അതാ ക്ലാസ്സിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ ആ ഹിജാബിയെ കണ്ടില്ല. ഷമ്മാസ് വീണ്ടും വീണ്ടും നോക്കി. ഇല്ല, ഒരിക്കലും ഹിജാബി ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരില്ല. ഹിജാബി ഇല്ല, അവൾ വന്നിട്ടില്ല. ഷമ്മാസിൻ്റെ മനസ്സ് വേദനിച്ചു. അവൻ
ഒന്നും കൂടി ആ ഭാഗത്തേക്കൊക്കെ നോക്കി. ഷമ്മാസ് ഷോപ്പിലേക്ക് കയറി തൻ്റെ ആ കസാരയിരുന്നു കൊണ്ട് മെല്ലെ ഒന്ന് വെറുതെ കറങ്ങി. എന്തോ ടെൻഷനുള്ള പോലെ. എന്ത് പറ്റി ബോസ്? ഒരു സ്റ്റാഫ് ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല. എന്തോ ഒന്ന് കാര്യമായിട്ടുണ്ടല്ലോ. ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ഒന്ന്. ആ ഹിജാബി എവിടെ? അവൾ എവിടെയായിരിക്കും? ഒന്ന് ക്ലാസ്സിലേക്ക് പോയി നോക്കിയാലോ? എനിക്ക് അവിടെ നിന്ന് കാണണം, ഒന്ന് സംസാരിക്കണം. എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കണം. ഇഷ്ടമാണെങ്കിൽ ഞാൻ മറ്റൊന്നും നോക്കൂല. എത്ര പാവപ്പെട്ട പെൺകുട്ടിയാണെങ്കിലും എത്ര അനാഥമാണെങ്കിലും അവളെ ഞാൻ സ്വീകരിക്കും. അവൾക്കുള്ളതെല്ലാം ഞാൻ കൊടുക്കും. ഒരു തരി പൊന്നു പോലും ഒരിക്കലും ഞാൻ വാങ്ങില്ല. ഈ ഷമ്മാസ് വാങ്ങില്ല. ഷമ്മാസ് അവൾക്കുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കും. എനിക്ക് അള്ളാഹു അതെല്ലാം നൽകിയിട്ടുണ്ട്, ഇൻഷാ അല്ലാ. പക്ഷേ ഹിജാബി ഇല്ലാതെ എങ്ങനെ ഞാൻ അന്വേഷിച്ചു പോകും? അവളുടെ ക്ലാസ്സിലേക്ക് ഞാൻ പോയി ചെന്ന് ആ ഹിജാബി എവിടെ എന്ന് ചോദിച്ചാലോ? ഷമ്മാസ് പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി അതാ ക്ലാസ് റൂമിലേക്ക് ചെല്ലുന്നു. മിസ് അവിടെ ക്ലാസ് എടുക്കുന്നു. മിസ്സേ, 1 മിനിറ്റ്. ആ, എന്താ? അതെ, ആ ഹിജാബി എവിടെ? അവൾ എൻ്റെ പെണ്ണാണ്. എനിക്ക് അവളെ കല്യാണം കഴിക്കണം. എനിക്കവളെ ഇഷ്ടമാണ്. അത് കേട്ട് ക്ലാസ്സിലെ കുട്ടികളെല്ലാം യോ എന്ന് പറഞ്ഞു. അവളെവിടെ? അത് കേട്ട് മിസ് അത്ഭുതപ്പെട്ടു. അവൾ എൻ്റെ പെണ്ണാണെന്നോ? ഓഹ്, അത്രക്കും സ്നേഹമുണ്ടോ? അതെ, ഇന്ന് അവൾ വന്നിട്ടില്ല കേട്ടോ, സോറി. ഷമ്മാസ് നിരാശനായി. എന്തൊക്കെയാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചത്? ഷമ്മാസ് ആ കസാരയിൽ ഇരുന്നു കൊണ്ട് ഓരോന്ന് ആലോചിക്കുകയാണ്. പഠിച്ചോനെ, എൻ്റെ ബുദ്ധി എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഞാൻ ആ ക്ലാസ്സിൽ പോയി എൻ്റെ പെണ്ണാണ്, ഹിജാബി എവിടെ എന്നൊക്കെ ചോദിക്കാൻ ഈ ഷമ്മാസിന് ധൈര്യമുണ്ടോ? ഹേയ്, ഒരിക്കലുമില്ല. ധൈര്യം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അത് മോശമല്ലേ? അവളുടെ സിറ്റുവേഷനും കാര്യങ്ങളും ചുറ്റുപാടും അറിയാതെ അല്ല, എനിക്കൊന്നും ഒരു വിഷമേ അല്ല. ഇനിയിപ്പോൾ എങ്ങനെയുള്ള കുട്ടിയാണെങ്കിലും ആ ഒരു കുട്ടിയെ എൻ്റെ മനസ്സിൽ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അത് മുഖം എങ്ങനെയാണെന്നോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും ആ ഒരു വസ്ത്രത്തിനോടുള്ള ആ ഒരു ഹുബ്ബ് അതെൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് കയറിപ്പോയി. അല്ലെങ്കിലും ഹിജാബ് ധരിച്ച് നടക്കുന്നവരൊക്കെ സുന്ദരികളായിരിക്കും. അവരുടെ ആ സുന്ദരമായ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ ഹിജാബ് ധരിക്കുന്നത്. അല്ലാതെ സാധാരണ നോർമൽ പെൺകുട്ടികൾ ആ ഒരു നോർമലായിട്ട് തന്നെ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് കൂടുതൽ സൗന്ദര്യം ഉണ്ടാവില്ല. കാരണം എന്താ? അങ്ങനെ ആയാൽ അതവർ മറച്ചു വെക്കും. അതുകൊണ്ടാണല്ലോ ആ പെൺകുട്ടി അത് മറച്ചു വെക്കുന്നത്, സൗന്ദര്യം കൂടുതലായതുകൊണ്ട്. അങ്ങനെ അത് ഷമ്മാസ് ഓരോന്ന് ആലോചിക്കുകയാണ്. പടച്ചോനെ പൊറുക്കണേ അല്ല, ചിന്ത വല്ലാതെ കടന്നു പോകുന്നു. എന്തൊക്കെയാണാവോ? ഇൻ്റർവെൽ സമയം. അതാ കുട്ടികൾ കൂട്ടത്തോടെ ഷോപ്പിലേക്ക് വരുന്നു. സത്യം പറഞ്ഞാൽ ഷമ്മാസിന് ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. കാരണം ഹിജാബ് ഇല്ലല്ലോ, ബാക്കി എല്ലാവരും ഉണ്ടല്ലോ. അപ്പോഴാണ് ഷിഫയും അങ്ങോട്ട് കടന്നു വന്നത്. ഷമ്മുക്ക, ഹായ്. പറയൂ. അതെ, പിന്നെ ഇവിടെ പറയൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. എൻ്റെ ഡിസ്പ്ലേ മാറ്റാനായിട്ടുണ്ടോ? ഒന്ന് നോക്കൂ. ഹേയ്, ഇത് പെട്ടെന്ന് മാറ്റണ്ട, ഇതാ കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ. പെട്ടെന്ന് ഇതെടുത്ത് കളഞ്ഞാൽ ഒരു പക്ഷേ ഇത് ഒറിജിനലായിരിക്കും. പിന്നെ നമ്മൾ വെക്കുന്നത് ഒറിജിനലല്ല ഒരിക്കലും. അത് പിന്നെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റൊക്കെ ആയിരിക്കും. ഒറിജിനൽ വരുമ്പോഴേക്ക് പിന്നെ നല്ല ക്യാഷ് വരും. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേ ഇപ്പോഴെന്നെ മാറ്റണ്ട. ഇപ്പോൾ കംപ്ലൈൻ്റ് ഒന്നും ഫോണിലില്ല. ചെറുതായ ഒരു അരുഭാഗത്ത് മാത്രം ചെറിയൊരു ബ്ലാക്ക്, അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓഹോ, അങ്ങനെയാണല്ലേ. അല്ലെങ്കിൽ പല പെൺകുട്ടികളും ഷോപ്പിൽ വരുന്നത് എന്തെങ്കിലുമൊക്കെ വെറുതെ കാണിച്ചു കൊടുക്കാനൊക്കെയാണ്. അത് മറ്റൊന്നുമല്ല, എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു ഷമ്മാസിനെ. കാരണം ഷമ്മാസിൻ്റെ ആ ഒരു രൂപം അങ്ങനെയാണ്. ആരും കൊതിക്കുന്ന ചെറുപ്പക്കാരനായ ഒരു യുവാവാണ് ഷമ്മാസ്. നല്ല ഇടതൂർന്ന മുടിയും നല്ല തിക്നെസ് താടിയും അതൊക്കെ അവൻക്ക് ഒരു പ്രത്യേക ലുക്കാണ്. അതിനിടയിൽ ആ മനോഹരമായ ആ ചുവന്ന ചുണ്ടുകളും കട്ടിയുള്ള പുരികവും വെള്ളാരം കണ്ണുകളും ഏതൊരു പെണ്ണിൻ്റെയും ആഗ്രഹമാണ്. അത് ഷമ്മാസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു പെൺകുട്ടിയും അവനെ നോക്കിപ്പോകും. സത്യം പറഞ്ഞാൽ
ഷമ്മാസിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രം ആ കോളേജിൽ നിന്ന് ഷോപ്പിലേക്ക് വരുന്ന ഒരുപാട് കുട്ടികളുമുണ്ട്. ഒരു നിമിഷം ഷമ്മാസ് വിചാരിച്ചു, ഷിഫയോട് ഒന്ന് ചോദിച്ചാലോ. അല്ല, എന്തപ്പോൾ ചോദിക്കുക? അല്ലെങ്കിൽ അത് വേണ്ട. അങ്ങനെ അവളെക്കുറിച്ച് ചോദിച്ചാൽ, ഹിജാബിയെക്കുറിച്ച് ചോദിച്ചാൽ ഒരു പക്ഷേ എന്തെങ്കിലും തെറ്റിദ്ധരിക്കും. അവൾക്കതൊരു വിഷമാവും. തൽക്കാലം അത് വേണ്ട. ഇനിയിപ്പോൾ എങ്ങനെ ചോദിക്കുക? മറ്റുള്ള കുട്ടികളെക്കാളും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഇതാ ഷിഫയോടാണ്. പലപ്പോഴും ഷിഫയുടെ കൂടെ തന്നെയാണ് അവൾ വന്നിട്ടുള്ളൂ. ഒറ്റയ്ക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല. മറ്റു പെൺകുട്ടികളൊക്കെ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഷിഫ വീണ്ടും അങ്ങോട്ട് വന്നു. അല്ല ഷമുക്ക, പിന്നെ ന്യൂ മോഡൽ ഏതാണ് പൗച്ച് വന്നിട്ടുള്ളത്? നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളത്. ഞങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളൊക്കെ അല്ലേ, അപ്പം അതിനനുസരിച്ചായിട്ട് അതാ ആ ഭാഗം മുഴുവനും ന്യൂ പൗച്ച് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാം. അവർ പറഞ്ഞു തരും റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. ഓരോ പെൺകുട്ടികളും ഓരോ കാരണങ്ങളുമായി ഷമ്മാസിൻ്റെ അടുത്തേക്ക് വരുന്നു. സത്യം പറഞ്ഞാൽ അവനോടൊന്ന് സംസാരിക്കുക, അവൻ്റെ സംസാരം ഒന്ന് കേൾക്കുക എന്നതാണ് എല്ലാവർക്കും ആഗ്രഹം. അതിൽ പല പെൺകുട്ടികളും ചോദിച്ചു, അല്ല ഷമ്മാസ്, എന്താ മുഖത്ത് ഇന്ന് ആ ഒരു വല്ലാത്ത പുഞ്ചിരിയൊന്നും ഇല്ലല്ലോ, ഇന്ന് കുറച്ച് ടെൻഷൻ ഉണ്ടല്ലോ, നിങ്ങളുടെ കണ്ണുകൾ കണ്ടാൽ അറിയാം. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഷമ്മാസ് അവരെയൊക്കെ അങ്ങനെ പറഞ്ഞങ്ങോട്ട് ഒഴിപ്പിച്ചു വിടും. കാരണം പെൺകുട്ടികളാണ്. അതിനനുസരിച്ചുള്ള മറുപടി എങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ അവർ അതും അതിൻ്റെ അപ്പുറത്തേക്കും ചോദിക്കും. അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയായാലും തെറ്റുകൾ സംസാരിക്കാൻ തുടങ്ങും. അതിനപ്പുറത്തേക്കായിട്ടുള്ള വേർഡ്സുകൾ നെഗറ്റീവായിട്ട് ഉപയോഗിക്കും. പിന്നെ ഷമ്മാസിനോട് എന്തും പറയാം എന്നവർ കരുതിയിട്ട് പലതും വന്ന് പറയും. ഹേയ്, അതിനൊന്നും നിൽക്കാൻ പാടില്ല. ഒരു ലിമിറ്റിന് ഏത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരോടൊക്കെ ഒരു ലിമിറ്റിന് പെരുമാറുക. അതിനപ്പുറത്തേക്കായിട്ട് ആയിക്കഴിഞ്ഞാൽ അത് പിന്നെ വേറെ രീതിയിലുള്ള സംസാരമായി മാറും. പിന്നെ പഠിച്ചോനെ കാക്കണേ അല്ല, വീട്ടിലത്തെ സ്ഥിതി വളരെയധികം ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. അതിനിടയ്ക്ക് ഇതും കൂടെയൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതും വളരെയധികം പ്രശ്നമാവും, പ്രയാസമാവും. പഠിച്ചോനെ കാക്കണേ. ഷമ്മാസ് ഒരു നിമിഷം നെഞ്ചത്ത് കൈവച്ചു. ഓരോ പെൺകുട്ടികളും ഷമ്മാസിനോട് ഓരോന്ന് വന്ന് ചോദിക്കുമ്പോൾ അത് ആ സ്റ്റാഫ് എടുത്തു തരും, സ്റ്റാഫുണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ പിരിച്ചു വിടുകയാണ് പതിവ്. അന്ന് ഷമ്മാസിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ ഹിജാബിയെ കണ്ടില്ല. ആ ഹിജാബി ഒന്നുമില്ലെങ്കിൽ അവളുടെ കണ്ണെങ്കിലും ഒന്ന്, അവൾ മുഖത്തേക്കൊന്നും നോക്കൂല, ശരിയാണ്. എന്നാലും ആ ഒരു രൂപം അതെൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് പിടിച്ചു കുലുക്കിയിരിക്കുന്നു. ഷിഫ ഇനി ഇങ്ങോട്ട് വരാതിരിക്കില്ല, വരികയാണെങ്കിൽ ഒന്നുകൂടി ചോദിക്കാം. അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഷിഫ അതാ വീണ്ടും ഷോപ്പിലേക്ക് കയറി വരുന്നു. കുറേ പെൺകുട്ടികളുണ്ട്. ഒന്ന് ചോദിച്ചാലോ? ഹൈ, അല്ലെങ്കിൽ അത് വേണ്ട, അത് മോശമായിരിക്കുമോ? അല്ലെങ്കിൽ ചോദിക്കാം. ഷിഫ അതാ ഷമ്മാസിനടുക്കിലേക്ക് വരുന്നു എന്തോ ഒരു കാര്യത്തിന്. അല്ല, ഇന്ന് കൂട്ടുകാർ വന്നിട്ടില്ലേ? ആര്? ഏത് കൂട്ടുകാരിയാണ് ഷമ്മുക്ക് ഉദ്ദേശിച്ചത്? ഹിജാബ് ധരിക്കുന്ന അവളാണോ? ആ അതെ. ആ, അവൾ ഇനി ചിലപ്പോൾ 2 ദിവസം ലീവാൻ ചാൻസ് ഉണ്ട്. എന്ത് പറ്റി? എന്തോ പ്രോബ്ലംസ് ഉണ്ട് വീട്ടിലെന്താ, ആർക്കും സുഖമില്ലാന്നോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടിരുന്നു. അതുകൊണ്ട് അവൾക്ക് വരാൻ പ്രയാസമായിരിക്കും. അവളുടെ വീട്ടിലേ പിന്നെ വേറെ ആരെല്ലാം തോന്നുന്നു, അതായിരിക്കും. ഉമ്മാക്കാണോ ഉപ്പാക്കോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ആണോ? പാവം. അവർ പാവങ്ങളാണ്. അങ്ങനെ സാമ്പത്തിക ശേഷിയൊക്കെ വളരെ കുറവുള്ള ആളുകളാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാൻ അത് തന്നെയാണ് ആഗ്രഹിച്ചത്. അപ്പോൾ ഓക്കെ. എന്നാൽ അല്ല, ഞാൻ എന്താ എന്താ ചോദിച്ചതെന്താ? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ എന്നും ഇങ്ങനെ നിൻ്റെ കൂടെ കാണുമല്ലോ. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം ഇതായിരുന്നു, അന്ന് ആ ഐഫോണ് അത് റെഡിയല്ലേ? ഞാൻ സെറ്റാക്കി തന്നതിന് ശേഷം അതിനുശേഷം 2 ദിവസം കഴിഞ്ഞു. പിന്നെ അത് അവൾ പിന്നെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. എന്നാലും ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് നല്ല വില വരില്ലേ അതിനൊക്കെ? അത് ഫ്രഷ് ഒന്നിന് 1.5 ലാഖിൻ്റെ മുകളിൽ ഉണ്ട്. ആണല്ലേ? എനിക്കും അങ്ങനത്തെ ഒന്ന് വാങ്ങാൻ കൊതിയുണ്ടായിരുന്നു. അവൾക്ക് അതേ അവളുടെ കുടുംബക്കാർ വന്നിട്ട് കൊടുത്തതാണ്.
അവളുടെ ആരെ ജ്യേഷ്ഠനോ അങ്ങനെ എന്താ ഗൾഫിലാണെന്നൊക്കെ പറഞ്ഞു, അങ്ങനെ കൊടുത്തതാണെന്ന് പറഞ്ഞത്. ആഹാ, അപ്പോൾ അവർ റിച്ചാണല്ലോ. അല്ല, റിച്ചാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, അവരുടെ ഫാമിലി വേണമെങ്കിലായിരിക്കും, പക്ഷെ അവർ പാവങ്ങളാണ്. ആണോ? ഇനി അപ്പോൾ നാളെ ഓളിനി 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഷമ്മാസ് വിചാരിച്ചു, എന്നാലും പാവം ആ പെണ്ണിൻ്റെ ആർക്കായിരിക്കും അസുഖം ഉണ്ടായിരിക്കുക? ആരായിരിക്കും? ഉമ്മക്കോ ഉപ്പക്കോ? അത് ഇവൾക്ക് കറക്റ്റ് അറിയൊന്നുമില്ല. വേണമെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടായതുകൊണ്ട് നിന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകളൊക്കെ മുടങ്ങുന്ന അതൊരു പ്രശ്നമാവില്ലേ? എന്താവോ? ഇറങ്ങിപ്പോയ ഷിഫ അതാ വീണ്ടും ഷമ്മാസിൻ്റെ അടുത്തേക്ക് വരുന്നു. ഹേ ഷമ്മുക്ക, പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ അധിക ദിവസമൊന്നും ഇവിടെ ഉണ്ടാവില്ല, ഞങ്ങൾ എക്സാം കഴിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ പിന്നെ പുതിയ എന്താ പറയുക ബാച്ചിലേക്ക് ആളുകൾ കയറി വരും, ഇഷ്ടംപോലെ അങ്ങനെയൊക്കെ ആവും ഷമ്മുക്ക. അപ്പോൾ നിങ്ങൾ മറക്കരുത് കേട്ടോ, കാരണം ഉദ്ഘാടന സമയത്ത് ഞങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നതേ, സജീവമായിട്ട് എല്ലാത്തിനും പങ്കെടുത്തിരുന്നു ഞങ്ങൾ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ മറക്കാനാണ്? അതിപ്പോൾ അല്ല, നിങ്ങൾക്ക് ഇനി എത്ര ക്ലാസ് ഉണ്ടാവും? ഇനി അധികമൊന്നുമില്ല, എക്സാം ആയി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. പിന്നെ ഞങ്ങൾ എൻട്രൻസ് എക്സാമൊക്കെ എഴുതി പഠിച്ചവനെ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടി പോയാൽ പോയി. അതെന്താ? അല്ലേ, ഞങ്ങൾ നീറ്റ് കോച്ചിങ് അല്ലേ, അപ്പോൾ ഇനി MBBS പഠിക്കുമ്പോഴൊക്കെ അതൊക്കെ ഭാഗ്യമുള്ളവർക്ക് കിട്ടുന്നതാണ്, അല്ലാതെ അത്രയും ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഞമ്മക്കില്ലല്ലോ. ഷമ്മാസ് വെറുതെ ചോദിച്ചു, അല്ല പഠിക്കാൻ നീയാണോ ഹിജാബിയാണോ ഉഷാറ്? വല്ലാത്ത ചോദ്യമായിപ്പോയി ഷമ്മുക്ക, നിങ്ങൾ എങ്ങനെ ചോദിക്കേണ്ടില്ലായിരുന്നു കേട്ടോ. നിങ്ങളെന്ത് ഇങ്ങനെ എന്നെ വെച്ച് ചോദിക്കുന്നത്? ഞാൻ ഒരു പാവമാണ്, എനിക്ക് പഠിക്കാൻ അറിഞ്ഞിട്ടൊന്ന് എനിക്ക് അത്രയൊക്കെ തന്നെ കഴിയുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് എൻജോയ്മെൻ്റാണ് എനിക്കിഷ്ടം. പിന്നെ എൻ്റെ കൂട്ടുകാരനെ പോലെയൊക്കെ ആവണം, പഠനത്തിന് മാത്രം ശ്രദ്ധിച്ച് അങ്ങനെ. ആര്? ഹിജാബിയോ? ആ, ഹിജാബിയെക്കുറിച്ച് പറയുകയാണെങ്കിലേ അവൾ കമ്പ്യൂട്ടറാണ്. സാറ് അല്ലെങ്കിൽ മിസ്സ് ഒരു വാക്ക് കണ്ട് പറഞ്ഞു കൊടുത്താൽ അത് ചോദിച്ചാൽ എത്ര ആളോട് ചോദിച്ചാലും അത് കറക്റ്റായിട്ട് പറയാൻ കഴിയൂല. പക്ഷേ ഇവൾക്ക് ഭയങ്കര മെമ്മറി പവറാണ്, പെട്ടെന്ന് അവൾ കാര്യം പറയും. അപ്പോൾ റാങ്ക് പ്രതീക്ഷിക്കാമല്ലേ? ഓൾക്ക് റാങ്ക് പ്രതീക്ഷിക്കാം, പിന്നെ ഞങ്ങൾ ഇതൊന്നും അങ്ങനെ പ്രതീക്ഷിക്കണ്ട കേട്ടോ. എന്നാൽ ഹിജാബിയോട് നല്ല രീതിയിൽ പഠിക്കാൻ പറയും കേട്ടോ. ആ, അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവൾക്ക് പഠിക്കണമെന്നില്ല, ക്ലാസ്സിലിരുന്നാൽ തന്നെ ഓൾക്ക് നല്ല മണ്ടയാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവരോട് ചോദിക്കും. പിന്നെ മിസ്സും സാറൊക്കെ പറയും അവളോട് ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ കാര്യങ്ങളൊക്കെ. അങ്ങനെ നല്ല പഠിക്കുന്ന കുട്ടിയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ക്ലാസ്സിന് പാവം വരാഞ്ഞാൽ അതൊക്കെ നഷ്ടപ്പെടും, കാരണം ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണേ. എന്തായാലും പെട്ടെന്ന് വരാൻ പറഞ്ഞോളൂ, ഇനി അത് മിസ്സാക്കണ്ട, റാങ്ക് നഷ്ടപ്പെടുത്തണ്ട. അതെ ഷമ്മുക്ക, ഞങ്ങളെ കോളേജിൻ്റെ അഭിമാനമാണ് ഓള്, എന്തായാലും അത് ഉറപ്പാണ്. എന്തായാലും അവൾക്ക് തന്നെ എനിക്കും റാങ്ക്, നല്ല ഉയർന്ന റാങ്ക് തന്നെ അവൾക്കുണ്ടാവും, അത് ഉറപ്പുണ്ട്. എന്നാൽ ശരിട്ടോ, ഞങ്ങൾ ബസ് വരാനായി, ഞാൻ ഒന്നും കൂടി വെറുതെ കയറിയതാണ്. ഷമ്മാസ് ഒരു നിമിഷം ആലോചിച്ചു, പഠിച്ചവനെ, ഞാൻ ആഗ്രഹിച്ച ആ പെണ്ണ് പഠിക്കാനും മിടുക്കിയാണല്ലേ. അവൾ പറയുന്നത് കേട്ടല്ലോ, ആ ഷിഫ വളരെയധികം പഠിക്കാൻ മിടുക്കിയാണ്, റാങ്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ. മാഷാ അല്ലാ, ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച കുട്ടി, അവളുടെ സ്വഭാവത്തെ പറ്റിയും പഠനത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷം. അല്ലെങ്കിലും ഒരു സമയത്ത് ദുഃഖമാണെങ്കിൽ ഒരു സമയത്ത് സന്തോഷമായിരിക്കും. രാവിലെ വരുമ്പോഴൊക്കെ ദുഃഖമായിരുന്നു, ഇപ്പോഴിതാ അവളെക്കുറിച്ച് അവളുടെ കൂട്ടുകാരി പറഞ്ഞപ്പോൾ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ വല്ലാത്തൊരു അനുഭൂതി. ഇൻഷാ അല്ലാ എൻ്റെ ഉമ്മക്ക് ആ മരുമകളെ തന്നെ ഞാൻ കണ്ടുപിടിക്കും, അവളെ ഞാൻ കെട്ടിക്കൊണ്ടുപോകും, എൻ്റെ കൂടെ താമസിപ്പിക്കും. എൻ്റെ മനസ്സിലെ ഹിജാബി അത് അവളാണ്. ഇൻഷാ അല്ലാ എൻ്റെ ഉമ്മക്ക് സന്തോഷമായിരിക്കും അങ്ങനെയുള്ള പെൺകുട്ടികളെയൊക്കെ. അല്ലാഹുവേ, എൻ്റെ മനസ്സിലാഗ്രഹം നീ സാധിപ്പിച്ചു തരണേ റഹ്മാനെ. ഷമ്മാസ് ഒരു നിമിഷം അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഇൻഷാ അല്ലാ ഇതിൻ്റെ അടുത്ത ഭാഗം ബാക്കി നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളെല്ലാം എഴുതി അറിയിക്കണം. ഒരുപാട് കമൻസൊക്കെ എല്ലാവരും ഇടാറുണ്ട്, അൽഹംദുലില്ലാ റാഹത്താണ്. പിന്നെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ, വാക്കുകളിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ നൂർ ഫാത്തിമ എന്നുള്ളൊരു കഥയുണ്ടല്ലോ, അത് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത്
ഒരു ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊക്കെ തന്നെയുള്ള ഒരു നടന്ന സംഭവകഥയാണ് അതും. ഇപ്പോൾ അതാ അവൾ അവരുടെ ഉമ്മയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. അതായത് മമ്മയുടെ, ക്രിസ്ത്യാനി പെണ്ണായിരുന്നല്ലോ, ഇസ്ലാമിലേക്ക് വന്ന് ഒരു ഉസ്താദ് കല്യാണം കഴിച്ച് ഇപ്പോൾ അവരെ മമ്മയെയും പപ്പയെയും കാണാൻ അവർ സൗദി അറേബ്യയിൽ നിന്ന് എത്തിയിരിക്കുന്നു. ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങളതും കാണണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, സമയം കിട്ടുകയാണെങ്കിൽ കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.